കഥ ഒരു ശീലക്കുട. എഴുതിയത് ബിന്ദു. എന്നെ തല്ലല്ലേ അമ്മേ, തല്ലല്ലേ! നിലവിളിച്ചുകൊണ്ട് ഗൗരി സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. പേടി കൊണ്ടും സങ്കടം കൊണ്ടും ഗൗരിയുടെ കവിളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകിയിറങ്ങി. അമ്മ എന്തിനാണ് എന്നെ ഇത്രയധികം തല്ലിയത്? സങ്കടത്തോടെ അവൾ ചിന്തിച്ചു. പനിച്ചിട്ട് കുഞ്ഞു ഗൗരി നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. തണുപ്പകറ്റാൻ ഒരു പുതപ്പോ ഓട്ട വീഴാത്തൊരു പായോ അവളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. പുറത്ത് മഴ തകർത്ത് പെയ്യുന്നുണ്ട്. പുല്ലുമേഞ്ഞ കൂരയിൽ ചോരാത്തൊരിടം ബാക്കിയുണ്ടായിരുന്നില്ല. പെയ്യുന്ന മഴ അത്രയും വീടിനുള്ളിലേക്ക് വീണുകൊണ്ടിരുന്നു. രോഗിയായ അച്ഛൻ കോലായിൽ എവിടെയോ കിടക്കുന്നുണ്ട്. ഗൗരി ഓർക്കുകയായിരുന്നു. വേനലവധിയുടെ നാളുകൾ കഴിഞ്ഞു. സ്കൂൾ തുറന്നിരിക്കുന്നു. ഇനി മഴക്കാലമാണ്. ചിതറിത്തെറിക്കുന്ന ചാറ്റൽ മഴ നനഞ്ഞിട്ടാണ് അന്നവൾ സ്കൂളിലെത്തിയത്. വെള്ളം ഇറ്റിറ്റ് വീഴുന്ന നനഞ്ഞ പാവാടയും ബ്ലൗസും ധരിച്ചു നിൽക്കുന്ന ഗൗരിയെ മാഷ് ക്ലാസ്സിന് വെളിയിൽ വരാന്തയിൽ ഇറക്കി നിർത്തി. മഴ നനഞ്ഞാണോ ക്ലാസ്സിൽ വരുന്നത്? ഇവിടെ വേറെയും കുട്ടികളുണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കരുത്, മാഷ് ആക്രോശിച്ചു. ഉടുപ്പ് ഉണങ്ങിയിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി, മാഷ് പറഞ്ഞു. നനഞ്ഞ് വിറച്ചു നിൽക്കുന്ന ഗൗരിയെ മറ്റു കുട്ടികൾ പരിഹാസത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ ക്ലാസ് കഴിഞ്ഞു. സ്കൂൾ വിട്ടു. ഉണ്ടായിരുന്ന സ്ലേറ്റും പെൻസിലും മാർത്തടുക്കി ഗൗരി വീട്ടിലേക്ക് നടന്നു. ഒരു പുത്തൻ കുട വാങ്ങി അമ്മ തട്ടിൻപുറത്ത് വെച്ചത് കുഞ്ഞു ഗൗരി കണ്ടിരുന്നു. വീട്ടിലെത്തിയ ഗൗരി അമ്മയോട് നാളെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കുട തരുമോ എന്ന് ചോദിച്ചു. ഇല്ലെന്നായിരുന്നു അമ്മയുടെ മറുപടി. ചെറിയ മഴയല്ലേ, മഴ മാറുമ്പോൾ പോയാൽ മതി, അമ്മ പറഞ്ഞു. പിറ്റേ ദിവസം അവൾ അമ്മ കാണാതെ കുടയുമായി സ്കൂളിൽ പോയി. അവൾ വലിയ സന്തോഷത്തിലായിരുന്നു. ഗൗരിയുടെ കയ്യിലിരിക്കുന്ന കുട കണ്ടിട്ട് മറ്റു കുട്ടികൾ അവളുടെ ചുറ്റും കൂടി. തന്നെ ഗൗരി, നിന്റെ കുട ഞങ്ങളൊന്ന് കാണട്ടെ. വേണ്ട, കുട വൃത്തികേടായാൽ അമ്മ എന്നെ തല്ലും, ഗൗരി പറഞ്ഞു. ഇതൊന്നും കേൾക്കാതെ കുട്ടികൾ അവളുടെ കുട പിടിച്ചു വാങ്ങി. ഏതോ ഒരു കുസൃതി ചെക്കൻ കുടയുടെ പിടിയിലുണ്ടായിരുന്ന വെള്ളിമാല പറിച്ചെടുത്തു. കുട്ടികൾ മാറി മാറി എറിഞ്ഞെറിഞ്ഞ് കുടയുടെ കമ്പികൾ ഒടിഞ്ഞു പോയിരുന്നു. ഗൗരിക്ക് പേടിയായി. ഇന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് തന്നെ. കുട അവൾ തിരികെ കൊണ്ടുവന്ന് വെച്ചു. വൈകിട്ട് അമ്മ തിരികെ വന്നപ്പോൾ കുട എടുത്തു നോക്കി. കമ്പി ഒടിഞ്ഞ് കീറിയ കുടയാണ് അമ്മ കണ്ടത്. ഗൗരി, അമ്മ നീട്ടി വിളിച്ചു. ഗൗരി പേടിച്ചാണ് വിളി കേട്ടത്. ഇവിടെ വാ, നീ ഇന്ന് കുട സ്കൂളിൽ കൊണ്ടുപോയോ? ഗൗരി തലയാട്ടി. നിന്നോട് കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവർ ആക്രോശിച്ചുകൊണ്ട് ഇറയിലിരുന്ന ചൂരൽ വലിച്ചെടുത്തു. പേടിച്ച ഗൗരി മുറ്റത്തേക്ക് ഓടി. പിറകെയെത്തിയ അമ്മ അവളെ പൊതിരെ തല്ലി. സങ്കടവും വേദനയും പേടിയും കൊണ്ട് അവൾ വീണുപോയി. പിറ്റേന്ന് നല്ല പനിയുമായിട്ടാണ് അവൾ ഉണർന്നത്. പനിയാണെങ്കിൽ ആശുപത്രിയിൽ പോ, ആക്രോശിച്ചിട്ട് അമ്മ പതിവ് പോലെ പണിക്ക് പോയി. എന്തുകൊണ്ടോ അവൾക്ക് അമ്മയോട് വെറുപ്പ് തോന്നി. എന്തായിരിക്കും അമ്മ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാഞ്ഞത്? അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അമ്മ പണിക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ അടുപ്പ് പുകയില്ലെന്നും രോഗിയായ അച്ഛന് മരുന്ന് വാങ്ങാൻ കഴിയില്ലെന്നും കുഞ്ഞു ഗൗരിക്കെന്ന് അറിയില്ലായിരുന്നു. എൻ്റെ കുട കീറിപ്പോയിരിക്കുന്നു. ഇനി ഈ മഴക്കാലം മുഴുവൻ ഞാൻ നനഞ്ഞ് സ്കൂളിൽ പോകണം. വലിയ മഴയുള്ളപ്പോൾ കുട കൊണ്ടുപോകാമെന്ന് അമ്മ പറഞ്ഞതായിരുന്നു. അനുസരിക്കാത്തത് കൊണ്ടാണ് എനിക്ക് കുട നഷ്ടമായത്, ഗൗരി ഓർത്തു. കുസൃതി കാണിക്കുന്നവർക്കറിയില്ലല്ലോ അത് അനുഭവിക്കേണ്ടി വരുന്നവരുടെ വേദനയും അപമാനവും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഗൗരി പതിയെ മയക്കത്തിലേക്ക് വീണ്ടും വഴുതി വീണു. ഓർക്കുക, പൊതു ഇടങ്ങളിൽ വെച്ച് സഹപാഠികളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും എന്തിനേറെ അധ്യാപകരിൽ നിന്നും കളിയാക്കലുകൾ, പരിഹാസങ്ങൾ, അപമാനം ഏൽക്കേണ്ടി വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വ്യക്തിത്വമാണ്. നാം ഒരാളെ അപമാനിക്കുമ്പോൾ ഓർക്കുക, നാളെ അത് എനിക്കും സംഭവിക്കാം. അതുകൊണ്ട് നമുക്ക് ആരെയും വേദനിപ്പിക്കാതിരിക്കാം. നന്ദി.